ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ലയിലെ കുമരകത്തിൻ്റെ ഏകദേശം 7 കിലോമീറ്റർ അകലെയായിട്ടുള്ള പ്രവർത്തിക്കാത്ത ഒരു ബോട്ട് ടെർമിനലിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നാലുപങ്ക് ബോട്ട് ടെർമിനൽ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ചുറ്റും പാടങ്ങളും മനോഹരമായ കാഴ്ചകളും വേമ്പനാട്ട് കായലിൻ്റെ കാഴ്ചകളുമൊക്കെ ഉള്ള ഒരു അടിപൊളി സ്പോട്ട് കൂടിയാണ് നാലുപങ്ക് ബോട്ട് ടെർമിനൽ. ബോട്ട് ടെർമിനലിൻ്റെ അടുത്തേക്ക് ഞാൻ ഏകദേശം അടുക്കാറായി. മനോഹരമായൊരു നെൽപ്പാടം കണ്ടൊക്കെ നിർത്തിയതാണ്. മുന്നോട്ട് പോയപ്പോൾ ബോട്ട് ടെർമിനൽ എന്ന് പേര് വെച്ച ഒരു ബോർഡ് കണ്ടു. ഇവിടെ നേരെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ടെർമിനലിലേക്ക് എത്താം. അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു സ്പോട്ട് കൂടിയാണ് നാലുപങ്ക് ബോട്ട് ടെർമിനൽ. പുറമേയുള്ള ആൾക്കാർക്കൊന്നും ഈ ബോട്ട് ടെർമിനലിനെ പറ്റി വലിയ അറിവുകളൊന്നുമില്ല. കാരണം ഇത് പ്രവർത്തിക്കാത്ത ഒരു ബോട്ട് ടെർമിനലാണ്. 5 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. 3.8 കോടി രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബോട്ടിൻ്റെ റെസ്റ്റ് ഹൗസാണ്. ആൾക്കാർക്ക് ബോട്ട് വരാനായിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ കാണുന്നത്. ഇത് തികച്ചും വിജനമായ ഒരു ഏരിയയാണ്. ഞാൻ വന്നത് പിന്നെ ഒരു ആളെ മാത്രമാണ് ഇവിടെ കാണാനായത്. വേറെ 2-3 പട്ടികളോ ഇവിടെ ഉള്ളായിരുന്നു. വേറെ മനുഷ്യജീവികളെ ഒന്നും ഇവിടെ കണ്ടില്ല. ഇവിടെ വള്ളം വലയായിട്ടൊക്കെ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരെ വല്ലപ്പോഴും ഒക്കെ കാണാം. അതല്ലാതെ തീർത്തും വിജനമായ ഏരിയയാണ്. അതുകൊണ്ട് ഇവിടെ ഒറ്റയ്ക്കൊക്കെ വരുന്നത് അത്ര സേഫ് അല്ലായിരിക്കും. കൂട്ടമായിട്ടൊക്കെ 2-3 പേരൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഈ റെസ്റ്റ് ഹൗസിൻ്റെ അകത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യവും കള്ളുകുടിയും ചീട്ടുകളിയും ഒക്കെ ഉണ്ടെന്നാണൊക്കെ കേട്ടത്. ഈ വാതിൽ ഓപ്പണായിട്ടായിരുന്നു കിടന്നിരുന്നത്. എന്തായാലും ഞാൻ വാതിലിലൂടെ അകത്തേക്ക് കയറി. ഇതിന് ഉൾഭാഗത്തെങ്ങും ഒന്നുമില്ല, എല്ലാം ഒഴിച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. മുകളിലേക്കൊരു സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസിലൂടെ മുകളിലേക്ക് ഞാൻ കയറി. മുകളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഹാൻഡ് റെയിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. 2 സൈഡുകളും നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാം. മനോഹരമായ കായലിൻ്റെ കാഴ്ചകളും ബോട്ടുകൾ പാർക്ക് ചെയ്യാനുള്ള ടെർമിനലുകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഒരു സമയത്ത് 40 ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഈ ബോട്ട് ടെർമിനലിൽ ഒരുക്കിയിരിക്കുന്നത്. ടൂറിസം വകുപ്പ് 3.8 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ് ഒരു പ്രയോജനമില്ലാതെ ഇവിടെ കിടക്കുന്നത്. ഹൗസ് ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്ത് വിനോദസഞ്ചാരികളുമായി കായൽ യാത്രയ്ക്ക് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെർമിനൽ നിർമ്മിച്ചത്. കായൽ ഭാഗമായതിനാൽ ഇവിടെ ശക്തമായ കാറ്റ് വീശുന്നത് മൂലം ഹൗസ് ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാരണത്താലാണ് ഇത് പ്രവർത്തിക്കാതെ ഇരിക്കുന്നത്. നോക്കൂ ഗൈസ്, നമുക്ക് വിശാലമായിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ വിധമാണ് ഇവിടെ റാമ്പുകളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വിനോദസഞ്ചാരികളൊന്നും തീരെ എത്താറില്ല എന്നുള്ളതാണ് സത്യം. ടൂറിസം വകുപ്പ് ശരിയായ പഠനം നടത്താതെ നടപ്പാക്കിയ പദ്ധതിയാണ് എന്നാണ് ഹൗസ് ബോട്ടുകളുടെയൊക്കെ ആക്ഷേപം. ഹൗസ് ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയാത്തതിനാലാണ് ഇവിടേക്ക് ഹൗസ് ബോട്ടുകളൊന്നും എത്താത്തത്. അതുകൊണ്ട് വിനോദസഞ്ചാരികൾക്കായി മറ്റ് പദ്ധതികൾ ഇവിടെ നടപ്പാക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും നടപടി ഉണ്ടാകുന്നില്ല. കായൽ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം എന്ന നിലയിൽ ഇവിടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയും. കുമരകത്തിൻ്റെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചാണ് വിനോദസഞ്ചാരികൾ ഏറെയും എത്തുന്നത്. തെക്കൻ മേഖലയിൽ കൂടി വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് നാലുപങ്കിലെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ കഴിയും. വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാൻ ഇപ്പോൾ കുറച്ചൊക്കെ വിനോദസഞ്ചാരികൾ വരാറുണ്ട്. എങ്കിലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം പോലും ഇവിടെയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇവിടേക്ക് വരുന്നതിനായി മടിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ബോട്ട് ടെർമിനലിൻ്റെ അങ്ങേയറ്റമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേമ്പനാട്ട് കായലിലേക്ക് പോകാം. ഹൗസ് ബോട്ടുകൾക്കൊക്കെ സുഖമായി പാർക്ക് ചെയ്ത് നല്ല രീതിയിൽ ടൂറിസം വകുപ്പിന് വരുമാനം കിട്ടുന്ന ഒരു പദ്ധതിയായി മാറേണ്ട സംഭവമായിരുന്നു ഇത്. പക്ഷേ സംഭവം ഏറ്റില്ല എന്ന് മാത്രമല്ല, വൻ പരാജയമായി പോയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾ മാത്രമാണ് ഇത് കുറച്ചെങ്കിലും പ്രയോജനപ്പെടുത്തുന്നത്. വേമ്പനാട്ട് കായലും സൂര്യാസ്തമയം കാണാൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള വിനോദസഞ്ചാരികൾ അപൂർവമായി ഇവിടെ എത്താറുണ്ട്. കുട്ടികൾ ടെർമിനലിലൂടെ നടന്നു പോകുമ്പോൾ ശ്രദ്ധയൊന്ന് തെറ്റിയാൽ കായലിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനലിൻ്റെ കായൽ ഭാഗത്ത് സംരക്ഷണ വേലി ഇല്ലാത്തതാണ് അപകട സാധ്യതയാകുന്നത്. കരയോട് ചേർന്നുള്ള ഭാഗത്ത് സ്റ്റീൽ കൊണ്ടുള്ള വേലിയുണ്ട്. ഹൗസ് ബോട്ടുകൾ അടുപ്പിക്കുന്നതിനാൽ കായൽ ഭാഗത്ത് വേലികളില്ല. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നാലുപങ്ക് ബോട്ട് ടെർമിനലിലെ കാഴ്ചകൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഗുഡ് ബൈ.